വെൽക്കം ടു ഓട്ടോടെക് വ്ളോഗ്. ഇന്ന് ഞായറാഴ്ച റൈഡ് പോകാൻ വേണ്ടി തീരുമാനിച്ചേക്കുവാണ്. നമ്മളിന്ന് പോകുന്നത് മൂന്നാറിലാണ്. മൂന്നാറിൽ ഗ്യാപ്പ് റോഡ് എന്ന സ്ഥലത്താണ്. അതായത് മൂന്നാറിൽ നിന്ന് സൂര്യനിലേക്ക് പോകുന്ന റൂട്ടാണ്. അവിടെ ഗ്യാപ്പ് റോഡ് എന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ 650 ആണ്. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു ഒരു ലോങ് റൈഡ് പോകാമെന്ന് വിചാരിക്കായിരുന്നു. അപ്പോൾ യൂഷ്വലി കോതമംഗലം ഈ ഏരിയയിലുള്ള എല്ലാവരും ഒരു പുതിയ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമേ പോകുന്നത് മൂന്നാറാണ്. സോ ആ ട്രഡീഷൻ ഞാനും കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഇൻ്റർസെപ്റ്ററിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഇവിടെ നിന്ന് ഒരു 120 കിലോമീറ്റർ ഉണ്ട്. സോ നമുക്ക് എന്തായാലും പോയിട്ട് നമുക്ക് റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്ററിൻ്റെ ലോങ്, അതായത് ക്രൂയിസിങ് പെർഫോമൻസും എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് യാത്ര തുടങ്ങാം. നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്ന സ്ഥലം. കാരണം ഇവിടെ പാടമൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഫുള്ള് വെള്ളമായിരിക്കും. ഒരു KSRTC ഒക്കെ വെള്ളത്തിക്കടെ വന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലമാണ്. അപ്പോൾ ഈ തവണ അവർ ഇവിടെ കലുങ്ക് കെട്ടുവാണ്. അപ്പോൾ വെള്ളം കയറി റോഡ് മുങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത്. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. ഭയങ്കര പാടാണ് ഇവിടുന്ന് കടന്നു പോകാനായിട്ട്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നതുകൊണ്ട് എന്തായാലും നന്നായിട്ടുണ്ട്, നല്ല കാര്യമാണ്. നമ്മൾ ഈ കാണുന്നത് നേര്യമംഗലം പാലമാണ്. നേര്യമംഗലം പാലമാണ് എറണാകുളം ജില്ലയ്ക്കും ഇടുക്കി ജില്ലയ്ക്കുമുള്ള അതിർത്തി പ്രദേശമാണിത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അതിർത്തി. കാരണം ഈ പാലത്തിന് ഇപ്പുറത്ത് ഇടുക്കിയും അപ്പുറത്ത് എറണാകുളമാണ് ഉള്ളത്. വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തിയേക്കാണ്. പക്ഷെ ഇവിടെ വെള്ളമൊന്നുമില്ല. മഴക്കാലം അല്ലാത്തതുകൊണ്ട് ഒട്ടും വെള്ളമില്ല. നോക്കിയാൽ കാണാം. ഇപ്പൊ നമ്മള് വാളറയിലാണുള്ളത്. വാളറ വെള്ളച്ചാട്ടം. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ. നേരത്തെ ഇത്ര ഇല്ലെങ്കിലും അത്യാവശ്യമുണ്ട്. അടുത്ത ലൊക്കേഷൻ ഇനി നേരെ അടിമാലിക്ക് വിടാം. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കാണാനില്ല സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നേരെ അടിമാലിക്ക്
നമ്മൾ മൂന്നാർ ടൗൺ ടച്ച് ചെയ്തില്ല. മൂന്നാർ ടൗൺ ടച്ച് ചെയ്യാണ്ട് നേരെ അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വരുവായത്. കാരണം മൂന്നാർ ടൗൺ ഏകദേശം ആ ഭാഗത്തായിട്ടാണ് പറഞ്ഞത്. മൂന്നാർ ടൗൺ നമ്മൾ ടച്ച് ചെയ്തില്ല. കാരണം ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും ബ്ലോക്കും ആയതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാണ്ട് നേരെ ഡീവിയേഷൻ എടുത്ത് വരുവാണ്. തിരിച്ചു വരുമ്പോൾ നമുക്ക് മൂന്നാർ ടൗണിൽ നിന്ന് കറങ്ങിയിട്ട് നമുക്ക് വരാം. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ദേവികുളം പോകും. ദേവികുളം റൂട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഗ്യാപ്പ് പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഈ പൊളിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പ്രളയത്തിന്റെ സമയത്ത് സംഭവിച്ചു പോയതാണ് ഈ കാണുന്ന പ്രശ്നങ്ങൾ. അവിടെ നിന്ന് നേരെ ഒലിച്ചും താഴ്ത്തിക്ക് വരും. നമ്മൾ അവിടെ വെച്ചൊക്കെ കണ്ടപോലെ ആ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് പ്രളയത്തിന്
എത്തിച്ചേർന്നേക്കാണ്. ഇത് ആക്ച്വലി ഗ്യാപ്പ് റോഡ് കഴിഞ്ഞിട്ട് ഇത് പൂപ്പാറയ്ക്കുള്ള റോഡാണ്. റോഡിൻ്റെ പണി നടക്കണേ ഉള്ളൂ. അത് കാരണം അവിടെ അപ്പടി പൊടിയും കാര്യങ്ങളെല്ലാം. അയ്യോ, നമ്മുടെ ബൈക്ക് അവിടെ എവിടെയോ ഇരിക്കുന്നുണ്ട്. അപ്പടി പൊടിയായി. നമ്മുടെ റോഡ് പോകുന്നത് ഈ മേളിലാണ്. അപ്പോൾ ഈ പണി തീർന്ന് ഈ റോഡ് അടിപൊളിയായിരിക്കും. നമ്മൾ ആനയിറക്കൽ ഡാം ഇതാ അവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. എൻ്റെ കൈ ആ ഭാഗത്തായിട്ടാണ് ആനയിറക്കൽ ഡാമുള്ളത്. വെള്ളം തീരെ കുറവാണ്. പിന്നെ സൂര്യനെല്ലി, ചിന്നക്കനാൽ അതൊക്കെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത്. അങ്ങോട്ടേക്കുള്ള റോഡും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വണ്ടി കടന്നു ഭയങ്കര പാടാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ. ഗ്യാപ്പ് റോഡാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇവിടം വരെ വന്നേക്കുവാണ്. അപ്പോൾ ഗ്യാപ്പ് റോഡ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ നിന്ന് താഴത്തേക്ക് ഒക്കെ കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ തമിഴ്നാട് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ കോട ഉണ്ടെങ്കിൽ അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്കൊരു റൈഡ് വല്ലെന്നാണെന്നുണ്ടെങ്കിൽ എറണാകുളത്തുനിന്നൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇവിടെ വരെ എത്താൻ പറ്റും. കാരണം മൂന്നാറുണ്ട്. മൂന്നാറിന് നേരെ ദേവികുളം റോഡ് വന്നായി. പിന്നെ അതുപോലെ തിരിച്ചു പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ മൂന്നാർ വഴിക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഇത് പൂപ്പാറയ്ക്കുള്ള റോഡാണ്. അപ്പോൾ നേരെ പൂപ്പാറ വഴി അടിമാലി അങ്ങനെയും കടന്നു പോകാൻ പറ്റും. അപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇന്നിപ്പോൾ വിചാരിച്ചാലല്ല, പൊടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ കൺസ്ട്രക്ഷൻ ഉണ്ട്. പക്ഷെ നല്ല കോടയൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മുടെ റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതായത് ഒരു റോയൽ എൻഫീൽഡിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യലാണ് ബൈക്ക്. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു യുണീക്കാണ് റോയൽ എൻഫീൽഡിൻ്റെ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആണെങ്കിലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഹാൻഡ്ലിംഗ് ആണെങ്കിലും വളരെ നല്ല ഹാൻഡ്ലിംഗ്, ബ്രേക്കിംഗ് ആണെങ്കിലും എക്സലൻ്റ് ആണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള നമ്മുടെ ടെസ്റ്റ് വണ്ടിയുടെ ടയർ ഓൾമോസ്റ്റ് തീരാറായേക്കുവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ബാക്ക് കുറച്ച് സൂക്ഷിച്ചാണ് ഓടിക്കാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ തെന്നിപ്പോവും. ഏറ്റവും വലിയൊരു യുണീക്ക് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു യുണീക്നെസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോഡിലധികം ഇല്ല ഇൻ്റർസെപ്റ്റർ. അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും നോക്കും, എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റിനെ കുറിച്ച് ചോദിക്കും, കാര്യങ്ങളൊക്കെയാണ്. സോ ഓവറോൾ ഒരു ലോങ് റൈഡൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ ഒരു വളരെ എക്സലൻറ്റ് മെഷീനാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു വിലയ്ക്ക് വണ്ടി ടോട്ടലി വാല്യൂ ഫോർ മണിയാണ്. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യും. ഓൾറെഡി എൻ്റെ 2-3 ഫ്രണ്ട്സ് ഇപ്പോൾ അവർ വണ്ടി ഓടിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങളൊന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്ക്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, നിങ്ങൾ ആൻറ്റി റോയൽ എൻഫീൽഡ് ഫാൻ, ഇപ്പം എന്നെപ്പോലൊക്കെ ഒരു ആൻറ്റി റോയൽ എൻഫീൽഡ് ഫാൻ ആണെങ്കിൽ നിങ്ങൾ റോയൽ എൻഫീൽഡ് ഫാൻ ആക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇൻ്റർസെപ്റ്റർ. ഇനിയിപ്പോൾ കോണ്ടിനൽ GT നമുക്ക് അടുത്ത ആഴ്ച വല്ലതും ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് റിവ്യൂ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നിങ്ങൾക്ക് ട്രാവലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം സാധനങ്ങൾ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ മിസ്സാക്കിയിട്ടുണ്ട്. കാരണം എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും റൈഡ് സേഫ് ആയിരുന്നു.